അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, കേരള നദുവത്തുൽ മുജാഹിദീൻ ഡിസംബർ 27 മുതൽ 30 അടങ്ങുന്ന തീയതികളിൽ കോഴിക്കോട് സലഫി നഗറിൽ സംഘടിപ്പിക്കുന്ന നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രോജ്വലമായ പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പ് ഡോക്ടർ എ അബ്ദുൽ മജീദ് സ്വലാഹി പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രവർത്തനങ്ങളും പ്രവർത്തികളുമെല്ലാം ചെയ്തുകൊണ്ട് മാനവിക സമൂഹത്തിൻ്റെ ഇസ്ലാമിക പ്രചാരണമായി പ്രബോധകരും ദായിമാരും ലോകമെമ്പാടും ഓടി നടക്കുന്നതും നമുക്കറിയാം. എന്നാൽ അവരെ ഉന്മൂലനം ചെയ്യാനും ഉച്ചാടനം ചെയ്യാനും നിരാകരിക്കാനും തള്ളിക്കളയാനുമുള്ള ഹീനമായ ശ്രമങ്ങളും എമ്പാടും നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദി വ്യൂ ഫോറം ഓൺ റിലീജിയൻ പബ്ലിക് ലൈഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏകദേശം 157 കോടിയിലധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്നുണ്ട് എന്നതാണ്. ഇത്രത്തോളം മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധിവസിക്കുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിലേക്ക് ഇന്നും ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും അന്വേഷിക്കാനും ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനുമായി ഒരുപാട് ആളുകൾ ഇന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും സ്ഥിതിവിശേഷങ്ങളുമാണ് ഉളവായിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെയും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ലോകത്തെ എക്കാലഘട്ടങ്ങളിലും മുജദ്ദിദുകൾ കടന്നു വന്നിട്ടുണ്ട്. ലോകം എവിടെയൊക്കെ തിന്മയിലേക്ക് കടന്നു പോകുന്നുവോ അവിടെയെല്ലാം പരിഷ്കർത്താക്കൾ കടന്നു വന്നുകൊണ്ട് നവോത്ഥാന നായകന്മാരായിക്കൊണ്ട് വലിയ പങ്കുവഹിച്ചതായി ചരിത്രങ്ങളിലൂടെയും ചരിത്രാധ്യാപനങ്ങളിലൂടെയുമെല്ലാം വായിച്ചവരും പഠിച്ചവരുമാണ് നാം. നമുക്കറിയാമല്ലോ, ലോകത്തെ ഏതൊക്കെ തരത്തിലുള്ള തിന്മകൾ കടന്നു വന്നുവോ ആ സമയങ്ങളിലെല്ലാം തിന്മയെ ഉന്മൂലനം ചെയ്യാനും ഉച്ചാടനം ചെയ്യാനും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അത്യാചാരങ്ങൾക്കെതിരെയും ശക്തമായി പടപൊരുതിയ എത്രയോ നവോത്ഥാന നായകന്മാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം.